ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 24-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. സൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്ത് അവൻ്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദാവീദ് രാജാവ് സൗലിനെ ഭയപ്പെട്ട് ഓടുകയാണ്. ഓടി അദ്ദേഹം എൻഗേദിയിലെ ഒരു മരുഭൂമിയിലെത്തുന്നു. അവിടെ ഒരു ഗുഹയിൽ ഒളിച്ചു പാർക്കുകയാണ്. ആ സമയത്താണ് ദാവീദിനെ അന്വേഷിച്ച് ചെന്നവനായ സൗൽ രാജാവ് മലവിസർജനത്തിനായി അതേ ഗുഹയിൽ പ്രവേശിക്കുന്നു. ദാവീദ് സൗലിനെ കണ്ടു. സൗൽ ദാവീദിനെയോ അവൻ്റെ കൂടെയുള്ളവരെയോ കണ്ടില്ല. ഇവിടെ ഇപ്പോൾ സൗൽ രാജാവ് ഒറ്റയ്ക്കാണ്. ദാവീദും പടയാളികളൊക്കെ തൻ്റെ കൂടെയുണ്ട്. സൗലിനെ കണ്ട ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇപ്പം തന്നെ അവനെ വധിച്ചു കളയണം. ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടണമെന്നില്ല. നിന്നെ കൊല്ലാൻ അനേക നാളുകളായി ശ്രമിക്കുന്ന രാജാവാണിവൻ. ഇവൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഭീഷണിയാണ്. ഇതിൽ നല്ലൊരു അവസരം ദൈവം നിനക്ക് ഇനി നൽകാനില്ല. നീ ഇവനെ വധിച്ചു കളയണം. പക്ഷെ ദാവീദ് അത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക. ദാവീദ് പറയുന്നു, ശൗൽ അഭിഷിക്തനാണ്. രാജാവെന്ന രീതിയിൽ ശമൂവേൽ പുരോഹിതനാൽ അഭിഷേകം ചെയ്യപ്പെട്ടയാളാണ്. അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ എനിക്ക് അവകാശമില്ല. അവൻ എൻ്റെ ശത്രുവായിരിക്കാം, പക്ഷേ ഞാൻ അവനെ വധിക്കുകയില്ല. എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു നമ്മൾ കാണുന്നു. ശൗൽ രാജാവിൻ്റെ അങ്കിയുടെ ഒരു ഭാഗം അവൻ മുറിച്ചെടുത്തു. ശൗൽ അറിഞ്ഞില്ല. അവൻ ആ ഗുഹയിൽ കയറി വിശ്രമിച്ചതായിരിക്കാം. ശൗൽ അത് അറിഞ്ഞില്ല. ദാവീദിൻ്റെ മനോഭാവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ കാണിച്ച മനോഭാവം ദാവീദിൽ നമുക്ക് കാണുന്നുണ്ട്. യേശുവിൻ്റെ പൂർവ്വപിതാവായ ദാവീദിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പൂർവന്മാരോട് അള്ളിച്ചത് കേട്ടിട്ടുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മോശയുടെ ന്യായപ്രമാണം പറഞ്ഞത്, അടിച്ച ഒരുവൻ്റെ കണ്ണ് കളഞ്ഞാൽ അവൻ്റെ ആ ഒരു കണ്ണ് കളയണം. ഒരുവൻ്റെ പല്ലടിച്ച് കളഞ്ഞാൽ അവൻ്റെ പല്ലും അടിച്ച് കളയാൻ പകരത്തിന് പകരം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് വന്ന് പഠിപ്പിച്ചു, ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരു ചെകിട്ട് തളിക്കുന്നതിന് മറുചെകിട്ട് കാണിച്ചു കൊടുക്കുക. പൂർവന്മാരോട് അരുളി ചെയ്തു, ശത്രുവിനെ ദേഷിക്കുക, മിത്രത്തെ സ്നേഹിക്കുന്നു. ഞാനോ പറയുന്നു, ശത്രുവിനെ സ്നേഹിച്ച് ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഹത്തായ ഈ പഠിപ്പിക്കൽ നടത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പൂർവ്വപിതാവായ ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലും വലിയൊരു അവസരം ദാവീദിന് ഇനി ശൗലിനോട് പ്രതികാരം ചെയ്യുവാൻ ലഭിക്കാനില്ല. പക്ഷെ ദാവീദ് അത് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തനെ മാനിച്ചു. മാത്രമല്ല, അദ്ദേഹം ധരിച്ചിരുന്ന അങ്കിയുടെ ഭാഗം മുറിച്ചെടുത്തതിൽ അദ്ദേഹം ഖേദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എന്തിനാണ് അദ്ദേഹം മുറിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ, നിൻ്റെ ജീവനെ എൻ്റെ കയ്യിൽ എനിക്ക് ലഭിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ്. ഇല്ലെങ്കിൽ പിന്നെ ദാവീദ് പറഞ്ഞാൽ ശൗൽ അത് അംഗീകരിക്കണമെന്നില്ലല്ലോ. അതിന് തെളിവിനായി വേണ്ടി മാത്രമാണ് അങ്ങനെ മുറിച്ചെടുക്കേണ്ടി വന്നത്. ആ മുറിച്ചെടുത്തതിൽ പോലും അദ്ദേഹം അവിടെ ഖേദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവനോട് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദാവീദ് പിന്നിൽ നിന്ന് ശൗൽ രാജാവിനെ വിളിക്കുന്നു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് കുമ്പിട്ട് തന്നെ നമസ്കരിക്കുന്നു, രാജാവേ എന്ന് പറഞ്ഞ്. എന്നിട്ട് ദാവീദ് ഈ സംഭവത്തോട് പറയുകയാണ്, നിന്നെ എൻ്റെ കയ്യിൽ എല്ലാം ലഭിച്ചതാണ്.
എൻ്റെ കൂടെയുള്ളവർ നിന്നെ വധിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോൾ ശൗൽ രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഉറക്കെ കരഞ്ഞതായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദീർഘനാളാ മനോഭാവം അദ്ദേഹത്തിനുണ്ടാവില്ല. വീണ്ടും അദ്ദേഹം ശത്രുവായി മാറുന്നത് നമുക്ക് പിന്നെ കാണാൻ പറ്റും. എന്തായിരുന്നാലും ദാവീദിൻ്റെ ഈ മനോഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ശൗൽ രാജാവ് ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, നീ നീതിമാനാണ്. ആരാണ് നീതിമാൻ? പാപം ചെയ്യാൻ അവസരം കിട്ടിയാലും ചെയ്യാത്തവൻ, പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയാലും ചെയ്യാത്തവനെ മാത്രമേ നീതിമാൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നോഹ ആ തലമുറയിലെ നീതിമാനായിരുന്നു. എല്ലാ ജനങ്ങളും പാപം ചെയ്ത് ദൈവം ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു, നോഹ അവൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, അവൻ നീതിമാനായിരുന്നുവെന്ന്. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നോഹയ്ക്കും ചെയ്യാം. നോഹ വ്യത്യസ്തനായി മാറി നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും പാപം ചെയ്യുമ്പോൾ നോഹ ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അവനെയാണ് ഈ ഭൂമിയുടെ മനുഷ്യവർഗത്തിൻ്റെ ജീവജാലങ്ങളുടെ രക്ഷകനായി ദൈവം പിന്നെ മാറ്റുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ പഴയ നിയമത്തിലെ ജോസഫ് പിതാവിനെ നോക്കുക. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് പാപം ചെയ്യാൻ അവസരം ലഭിച്ചിട്ട് ചെയ്യാതെ ഓടിയവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. ആ പീഡയൊക്കെ അവൻ സഹിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ ജോസഫ് ആ പാപം ചെയ്യാതിരുന്നു, അവസരമുണ്ടായിട്ടും ചെയ്യാതിരുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. സഹോദരന്മാർ തന്നെ ഒരിക്കൽ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച് പൊട്ടക്കിണറ്റിട്ട സഹോദരന്മാർ തൻ്റെ മുന്നിൽ വന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ ജോസഫ് അവരെ കരയിപ്പിക്കേണ്ടതിന് പകരം സ്വയം കരഞ്ഞുവെന്നാണ്. മിസ്രൈമിൽ ഫറവോ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായി രാജാവ് പറഞ്ഞത്, സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ ഉന്നതൻ, ബാക്കി എല്ലാ അധികാരവും ജോസഫിനാണ്. പക്ഷേ ജോസഫ് ഒരു പ്രതികാരം ചെയ്ത് സഹോദരന്മാരെ കണ്ടു. അവൻ്റെ കരച്ചിൽ ആ ഗ്രഹം മുഴുവൻ കേട്ടു. എത്ര ഉച്ചത്തിൽ ജോസഫ് കിടന്ന് കരഞ്ഞുവെന്നാണ്. അതാണ് നീതിമാനായ മനുഷ്യൻ. പുതുനിയമത്തിൽ വരുമ്പോൾ പുതുനിയമത്തിലെ ജോസഫ് പിതാവിന് മറിയാമിനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. കൂടി വരുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. അവൾക്ക് ലോകോപവാദം വരാതെ ഇരിക്കുവാൻ, ഗൂഢമായി ഉപേക്ഷിക്കാൻ അവിടെ ആലോചിക്കുകയാണ്. അപവാദം വരാതെ ഏത് കാരണം ചൊല്ലിയും പുരുഷന് ഭാര്യയെ പിടിച്ചുവിടാമെന്നുള്ള നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ മറിയാമിന് ലോകോപവാദം വരാതെ അവളെ സംരക്ഷിക്കുവാൻ ജോസഫ് ശ്രമിക്കുകയാണ്. ആ ജോസഫിൻ്റെ അടുത്താണ് രാത്രിയിൽ മാലാഖ വന്നതെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അല്ലാതെ ജോസഫ് മാലാഖ വന്നതിന് ശേഷമല്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നല്ല തീരുമാനം എടുത്തവൻ്റെ മുന്നിലാണ് മാലാഖ വന്നത്. ദൈവം നിന്നോടുകൂടെ, ഇമ്മാനുവേൽ എന്ന വാഗ്ദത്തം അവിടെ ജോസഫിന് നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ശത്രുക്കളോട് പകരം ചെയ്യാനും കണക്ക് ചോദിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും നീതിമാന്മാരും നീതിമതികളും ആകുന്ന കാര്യം നമ്മൾ ഓർക്കുക. ദാവീദ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. വാസ്തവത്തിൽ ദാവീദിനെ ശമൂവേൽ പുരോഹിതൻ രാജാവായി അഭിഷേകം ചെയ്തതാണ്. തൈലം അവൻ്റെ തലയിൽ വീണതാണ്. അവൻ വേണമെങ്കിൽ രാജാവായിട്ട് ഇപ്പോൾ സൗലിനെ വധിച്ചിട്ട് നാളെ മുതൽ രാജാവായിട്ട് വാഴാം. പക്ഷെ അവൻ ചെയ്യുകയില്ല. സൗലിനെ കൊന്നിട്ട് എനിക്ക് ആ രാജ്യത്വം വേണ്ട, എന്നെനിക്ക് ദൈവം അത് അനുവദിച്ചു തരുന്നുവോ അന്ന് മാത്രം മതി എന്ന മനോഭാവത്തോടെ, ക്ഷമയോടെ ദാവീദ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതും പ്രാണരക്ഷാർത്ഥം ഓടി ത്യാഗങ്ങൾ സഹിക്കുന്നതൊക്കെയും നമ്മൾ കാണുമ്പോൾ പ്രകാരം ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ നമ്മുടെ പ്രകാരം ചെയ്യുമായിരുന്നു എന്ന ഒരു നിമിഷം ചിന്തിക്കുക. ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ദാവീദ് കാര്യം പറഞ്ഞപ്പോൾ ശൗൽ രാജാവ് പറയുന്നുണ്ട്, നീ ഇസ്രായേലിൻ്റെ രാജാവാകും, അന്ന് നീ എൻ്റെ കുടുംബത്തോട് പ്രതികാരം ചെയ്യരുത്. യോനാഥാൻ ഇത് പണ്ടേ മനസ്സിലാക്കി. സൗലിൻ്റെ മകൻ യോനാഥാൻ ഇത് നേരത്തെ മനസ്സിലാക്കി. ഇവൻ ദൈവാത്മാവുള്ളവനാണ്,
പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പ്രതികാരത്തിൻ്റെ ആത്മാവല്ല, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉദാത്തമായ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്കിടയായിത്തീരണം. അപ്പോൾ മാത്രമേ നമ്മളോട് തെറ്റ് ചെയ്തവരെ സ്നേഹത്തോടെ നോക്കുവാനും അവരോട് ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവമേ, ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലും നേതൃത്വ സ്ഥാനത്തുള്ളവരിലൊക്കെയും ആ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ.